ഫ്രണ്ട്സ് നമുക്ക് എന്തായാലും ഇത് നമുക്കൊന്ന് ഓണാക്കി നോക്കാം ഗൈസ്. നമ്മളെല്ലാം സെറ്റപ്പ് എല്ലാം ചെയ്ത് വെച്ചേക്കാണ്. നമുക്ക് ഇതിപ്പിട്ടാണ് ഇതിന്റെ റിമോട്ട് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇത് ഓണാക്കി നോക്കാനാണ്. നമുക്ക് എന്തായാലും ഇത് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വന്നൊക്കെ ഒരു ടിവിയുടെ റിവ്യൂ ആയിട്ടാണ് ഗൈസ്. നമ്മളിപ്പോൾ ഒരു പുതിയ ടി വി മേടിച്ചപ്പോൾ ഞാൻ ബോക്സ് എല്ലാം എടുത്ത് കഴിഞ്ഞിരിക്കും. അപ്പം നമുക്കിത് ബാക്കി കാര്യങ്ങളും സെറ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചാലാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഇനി നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. എങ്ങനെ ഉണ്ടെന്നും എല്ലാ രീതിയിലുള്ള ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ടി വി സ്മാർട്ട് ലൈറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ടെക്നോളജി മേടിച്ചത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ നമ്മുടെ ഈ സൈഡിൽ തന്നെ ഇതിന്റെ HD ആണ്. സ്മാർട്ട് ലൈറ്റ് കമ്പനിയുടെ പേര് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ USB to USB കോപ്പി ഉണ്ട്. പിന്നെ എനർജി സേവിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 3D ഡിജിറ്റൽ കോംബോ ഫില്ലർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫിൽറ്റർ എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ എക്കോ ഫ്രണ്ട്ലി ആണെന്നും അതുകൊണ്ട് സറൗണ്ട് സൗണ്ട്സ്, പിന്നെ അതുകൊണ്ട് തന്നെ 5 ഗെയിം തന്നെ ഇത് തന്നെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഇത് മേക്ക് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എനിവേ ഇന്ത്യയുടെ സാധനമാണ്. അപ്പോൾ എനിവേ നമ്മൾ ഫ്രണ്ട്സ് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ, അപ്പോൾ ഫ്രണ്ട്സ് ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതുകൊണ്ടാണ് കാണാൻ കഴിയുന്നത്. ബാക്ക് സൈഡിൽ തന്നെ നമുക്ക് ഈ സൈഡിലായിട്ടാണ് നമ്മുടെ USB 2 പോർട്ടുകൾ കാണാൻ കഴിയുന്നതാണ്. USB 2 പോർട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ AV കേബിളുകൾ അതെല്ലാം ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിഭാഗത്തായിട്ടാണ് നമ്മുടെ 2 HDMI പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ VCA കേബിൾ ഒത്തും അതുകൊണ്ട് കേബിളും, പിന്നെ അതുകൊണ്ട് PC ഓഡിയോ, അതുകൊണ്ട് തന്നെ AV ഔട്ട്പുട്ടും അതിൻ്റെ എല്ലാ പിന്നുകളിൻ്റെ അടിയിൽ തന്നെ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലാണ് സ്പീക്കേഴ്സ് വന്നത്. സ്പീക്കേഴ്സ് 2 നമുക്ക് ബാക്ക് സൈഡ് 4 സ്പീക്കേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്വിച്ച് കൺട്രോൾ എല്ലാം ബാക്ക് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്കിത് സെറ്റപ്പ് ചെയ്ത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നമുക്കൊന്ന് ഓണാക്കി നോക്കാം ഗൈസ്. നമ്മളെല്ലാം സെറ്റപ്പ് എല്ലാം ചെയ്ത് വെച്ചേക്കാണ്. നമുക്ക് ഇതിപ്പിട്ടാണ് ഇതിൻ്റെ റിമോട്ട് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇത് ഓണാക്കി നോക്കാനാണ്. നമുക്ക് എന്തായാലും ഇത് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നമ്മളൊക്കെ ഇത് ഓണാക്കിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇത് എന്തൊക്കെയാണെന്നും എങ്ങനെയുള്ള സെറ്റപ്പ് അതിൻ്റെ ക്വാളിറ്റികളെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മെനു ഇത് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. നമുക്ക് എന്തായാലും TVയിലേക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണാൻ പോകുന്നത് അതിൻ്റെ വീഡിയോ ക്വാളിറ്റിയാണ്. ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, എല്ലാവരും നല്ലൊരു ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ എല്ലാ വിഷ്വൽസ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇനി നമ്മളിത് 4K വീഡിയോ ആണ് നമ്മളിപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നല്ലൊരു ക്വാളിറ്റിയിലാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. അപ്പം എല്ലാ പിക്ചേഴ്സും നല്ല ക്ലിയാരിറ്റിയോടെ നല്ല അതേ കളറോടെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു എന്തുവാ പറയാ, ഇതുകൂട്ട് ഗ്രേപ്സ് അതുകൊണ്ടൊന്നും നമുക്ക് കാണുന്നില്ല. ഒരു നോർമൽ നല്ലൊരു HD ക്വാളിറ്റി കാണുന്ന രീതിയിൽ തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതേ കളറോട് കൂടി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലൊരു സെഗ്മെന്റ് നമുക്ക് ഏറ്റവും ഒരു നല്ലൊരു അടിപൊളി TV ആണ്. അപ്പോൾ ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഓരോ ഭാഗങ്ങളും അതിന്റെ കളറോട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് എഫക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് പല ഫീച്ചേഴ്സും ഇതിനകത്തുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ ക്വാളിറ്റിയാണ്. അപ്പോൾ നമുക്ക് സൗണ്ട് നമുക്ക് എന്ത് വെച്ച് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ സൗണ്ടിലേക്ക് നോക്കാം ഫ്രണ്ട്സ്. സൗണ്ട് ക്വാളിറ്റി നമുക്ക് സറൗണ്ട് സൗണ്ട് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് സറൗണ്ട് സൗണ്ട് ഓണാക്കി നോക്കാം. കറക്റ്റ് നമ്മളൊരു എന്തോ കറക്റ്റ് നേച്ചർ നമ്മൾ അവിടെ നിൽക്കുന്നതായിട്ട് നമുക്കൊരു ഫീലിംഗ് ആയിട്ട് നമുക്ക് തോന്നും. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ക്വാളിറ്റി. ഇപ്പം വീഡിയോയുടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് നല്ലൊരു സൗണ്ട് തന്നെയുണ്ട്. നമുക്ക് എക്സ്ട്രാ ഒരു സ്പീക്കേഴ്സിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഒരു TVയുടെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇത് കേൾക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കിയിട്ട് നമ്മുടെ TV നമ്മൾ എന്തായാലും ഒരു ബഡ്ജറ്റിലേക്ക് സാധാരണ ഒരു കുടുംബത്തിലേക്ക് മേടിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു TV നമുക്ക് പറയാം.
ഉണ്ട്, നമുക്ക് അത് എടുക്കുക. അത് നമുക്ക് ഇൻപുട്ട് എടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഡൗൺലോഡ് ഗെയിമിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. നമുക്ക് അതിലേക്ക് കാണിക്കാം. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ഇൻപുട്ട് നമ്മൾ അമർത്തി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും താഴെയായിട്ട് ഗെയിംസ് എന്നുള്ളതാണ്. നമ്മൾ ഗെയിംസ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ OST ഗെയിംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് കാണുന്നത്. നമ്മളതിപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 5 ഗെയിമുകളുണ്ട്. അതുകൊണ്ട് തന്നെ സുഡോക്കോ, അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന കുറേ ഗെയിംസുകളുണ്ട്. നമുക്ക് ഇനി സുഡോക്കോ എടുത്ത് നോക്കാം. അതുകൊണ്ട് 5 ഗുണം ബോറടിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം എടുത്ത് നോക്കാവുന്നതാണ് ഫ്രണ്ട്സ്. ഇപ്പോൾ വളരെ സിമ്പിൾ ഗെയിംസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമുക്കത് ഒരെണ്ണം കളിച്ച് കാണിക്കുന്നില്ല. പിന്നെ വേണം എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇതും സുഡോക്കോ ആ ഒരു മോഡൽ തന്നെയാണ് ഫ്രണ്ട്സ്. നമുക്ക് എന്തെങ്കിലും അടുത്ത് കാണിച്ചു തരാം. എല്ലാ ഗെയിമും ഞാൻ കളിക്കുന്നില്ല, എല്ലാം കാണിച്ചു തരാം. അതുകൊണ്ട് തന്നെ ഇത് ഓരോരോ നമ്മൾ പസിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുന്നതിൻ്റെയും എല്ലാമാണ്. പിന്നെ അടുത്തടുത്ത് കാണിച്ചു തരാം. എല്ലാ ഗെയിമും നമുക്ക് ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് പെട്ടെന്ന് കളിക്കാൻ വേണ്ടി കൊച്ചു കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗെയിമാണ് അതിനകത്ത് എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാം കളിച്ച് ജയിക്കാൻ പറ്റുന്ന രീതിയിലും ആ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും നല്ല രസമുള്ള ഗെയിമുകൾ അതിനകത്തുണ്ട്. പിന്നെ എല്ലാവരും ചുമ്മാ ബോറടിച്ചിരിക്കുന്ന സമയങ്ങളിൽ TV ഇപ്പോൾ നമ്മൾ സൺഡേ ഇപ്പോൾ ഒരു ചാനൽ തീർന്നിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇതെടുത്ത് പ്ലേ ചെയ്ത് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ മിക്ക TV-കളിൽ ഒരു ഗെയിമിൻ്റെ ഒരു ഓപ്ഷൻ വളരെ കുറവായിരിക്കും ഫ്രണ്ട്സ്. അപ്പോൾ എനിവേ നമുക്ക് ഇതിനകത്ത് ഗെയിമിൻ്റെ ഇത് കിട്ടിയത് വളരെ നല്ലതാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ TV-യുടെ റിവ്യൂ ആണ് ഞാൻ ഇത്ര നിങ്ങളെ കാണിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങളിത് കാണാൻ. നിങ്ങളിപ്പോൾ ഒരു കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഒരു ബഡ്ജറ്റ് റേഞ്ചുള്ള TV ആണ് ഫ്രണ്ട്സ്. ഇപ്പോൾ നമുക്ക് ടിക്സ് ചാനൽ കുട്ടികൾക്കൊക്കെ കാണാൻ വേണ്ടിയും അതുകൊണ്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം ഫ്രണ്ട്സ്. ഇത് വളരെ ക്വാളിറ്റി, നമുക്ക് നല്ല ക്വാളിറ്റിയുടെ വില കുറഞ്ഞാണ് കിട്ടുക. ഞാൻ മേടിച്ച TV ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ച 11 രൂപയ്ക്കാണ്, 11,000 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. ഫ്രണ്ട്സ് എനിക്ക് എല്ലാവർക്കും മേടിക്കാം. ഈ ഒരു സെഗ്മെന്റ് നമുക്ക് നല്ലൊരു TV എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു പല കമ്പനികളിപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഒരു വെച്ച് തന്നെ നമുക്ക് മേടിക്കാൻ പറ്റും ഫ്രണ്ട്സ്. അതുപോലെ തന്നെ പല ഫീച്ചേഴ്സ് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങളിത് മേടിക്കുക. എന്നിട്ട് കമ്പനിയുടെ പേര് വന്നിട്ട് ഫയർലൈറ്റ് എന്നാണ് കമ്പനിയുടെ പേര്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ മേടിക്കുക. അപ്പോൾ ഫ്രണ്ട്സ് എനിവേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പോരായ്മയായിട്ട് നിങ്ങൾ കമൻറ്റായി ഉൾപ്പെടുത്തുക. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയണം. എന്നാലും നമുക്ക് പുതിയ നല്ല വീഡിയോകൾ ഇടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിവേ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ ഒക്കെ എത്തുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.